പെരിനാറ്റൽ ഡിപ്രഷൻ, സൈക്കോസിസ് എന്നിവയെക്കുറിച്ച് അശേഷം പോലും ധാരണയില്ലാത്ത നാടാണ് കേരളം എന്ന് നിസ്സംശയം പറയാം. കാരണം അറിയാമെന്ന് നടിക്കുന്ന പലരും പെരിനാറ്റൽ ബ്ലൂസിനെ ഡിപ്രഷനായും ഡിപ്രഷനെ സൈക്കോസിസായും ചിത്രീകരിക്കുന്നു. കൂടാതെ പെരിനാറ്റൽ സൈക്കോസിസ് കൊലപാതകങ്ങളിൽ അകപ്പെടുന്ന അമ്മമാർക്ക് വേണ്ടി ശബ്ദിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്നതും കാണാതെ പോകരുത്. അത് അറിയാൻ പറ്റണമെങ്കിൽ നമുക്കിതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ജ്ഞാനമുണ്ടെങ്കിലല്ലേ നമുക്കിതാണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പം ഒരു പനി വന്നു കഴിഞ്ഞാൽ എനിക്ക് ചൂടുണ്ട് അല്ലെങ്കിൽ തുമ്മലുണ്ട്, അത് വെച്ചിട്ട് എനിക്ക് പനിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിൻ്റേതായ സിംറ്റംസ് കാണിക്കുമ്പോൾ ഇത് പോസ്റ്റ് പാർട്ടം ആണെന്നോ അല്ലെ പ്രീ പാർട്ടം ആണെന്നോ തിരിച്ചറിയണമെങ്കിൽ ഇതിനെപ്പറ്റി ഓൾറെഡി ജ്ഞാനം വേണം. അതിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്സിലോ അല്ല പഠിക്കുന്ന കാലത്തെ ഇൻക്ലൂഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് കൊടുക്കുകയോ കൂടുതലും ഗർഭിണിക്ക് അവയർനെസ് കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഗർഭിണിയുടെ വീട്ടുകാർക്കും ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കുമാണ് കൂടുതൽ കൊടുക്കേണ്ടത്. അപ്പം ആ ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. എനിക്ക് ഇന്നതാണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും, കറക്റ്റ് ചികിത്സകൾ തേടാൻ പറ്റും. കൊല്ലം കുണ്ടറ സ്വദേശി ദിവ്യ കൊല്ലം TKM കോളേജിൽ നിന്നും ഏറ്റവും ഉയർന്ന മാർക്കോടെ PGയും BEഡും എടുത്ത ശേഷം 24-ാം വയസ്സിൽ വിവാഹം കഴിച്ചു അമ്മയായി. പ്രസവശേഷം കൊട്ടാരക്കരയിലെ ഭർത്തൃവീട്ടിൽ കഴിയുമ്പോഴാണ് ദിവ്യയ്ക്ക് കാര്യമായ പെരുമാറ്റ വൈകല്യങ്ങൾ മാറി മറിഞ്ഞു വരുന്നതായി അനുഭവപ്പെട്ടത്. ഉറക്കമില്ലായ്മയ്ക്കൊപ്പം ആത്മഹത്യാശ്രമം, കുഞ്ഞിനെ ഉപദ്രവിക്കൽ എന്നിവ കൂടി ഉടലെടുത്തതോടെ ഡോക്ടറെ കണ്ടു. പെരിനാറ്റൽ സൈക്കോസിസിന്റെ ആരംഭം, മരുന്നും തുടങ്ങി. എന്നിരുന്നാലും ചില നേരങ്ങളിൽ കുഞ്ഞിന്റെ കരച്ചിൽ അസഹനീയമാകുന്ന നിമിഷങ്ങൾ ഏറി വന്നു. കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ആദ്യമേ തിരിച്ചറിഞ്ഞ ദിവ്യ കുഞ്ഞിനെ തന്നിൽ നിന്നും തൽക്കാലത്തേക്കെങ്കിലും മാറ്റാൻ സഹായം അഭ്യർത്ഥിച്ചു കേരള പോലീസിനെ വിളിച്ചു. എന്തുകൊണ്ട് നീ ആ കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ കൊടുത്തില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങളില്ലാത്ത പേരൻസിന് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് കമൻസുകളൊക്കെ ഞാൻ വായിച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എൻ്റെ കുഞ്ഞിനെ ഞാൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ട്രൈ ചെയ്തിരുന്നോ എന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് ശരിയാണല്ലോ, ഞാൻ പിങ്ക് പോലീസിനെ വിളിച്ചിട്ട് ഞാൻ കുഞ്ഞിനെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കുഞ്ഞിനെ സേഫായിട്ട് നോക്ക്, ഞാനൊരു മരുന്ന് കഴിച്ച് ഞാൻ സ്റ്റേബിളായി കഴിയുമ്പോൾ ഞാൻ വന്ന് വാങ്ങിക്കോളാം എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏറ്റവും ലാസ്റ്റ് എൻ്റെ ബന്ധുക്കളോടോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോടോ വീട്ടുകാരോടോ എൻ്റെ വീട്ടുകാരോടോ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ലയെന്ന് മനസ്സിലായ സമയത്ത് ഞാൻ പിങ്ക് പോലീസിനെ സഹായത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്തത്? ഞാൻ അന്നത്തെ എനിക്ക് കുഞ്ഞിനെ ഉപദ്രവിക്കാനുള്ള ഒരു ടെൻഡൻസി വന്നപ്പോൾ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് വിമൺ ഹെൽപ്പ് ലൈൻ എന്നോ അങ്ങനെ എന്തോ ആണ് അടിച്ചു കൊടുത്തത്. അപ്പോൾ ആദ്യം കണ്ട ടോൾ ഫ്രീ നമ്പറിൽ കയറി വിളിക്കുകയാണ് ചെയ്തത്. അത് ഏത് നമ്പറായിരുന്നെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. കൊട്ടാരക്കര അവിടെ നിന്നുള്ള പിങ്ക് പോലീസാണ് വന്നത്, വീട്ടിൽ വന്നത്. ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ അവിടെയാണ് ഡെലിവറി കഴിഞ്ഞ് കിടന്നിരുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് അവരെന്നെ ഇങ്ങനെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് പറഞ്ഞത്, എനിക്ക് കുഞ്ഞിനെ വളർത്താനുള്ള കോൺഫിഡൻസ് ഇല്ല, അല്ലാത്ത പ്രശ്നമൊന്നുമല്ല. എനിക്ക് 2 പേര് വന്നിരുന്നു. ഒരു മറിയാമ്മയെന്നോ അങ്ങനെ എന്തോ ഒരു ക്രിസ്ത്യൻ നെയിമും പിന്നത്തെ ഒരു മുസ്ലിം ലേഡിയുമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം കറക്റ്റായിട്ട് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അപ്പം അവർ ഇങ്ങനെ അനലൈസ് ചെയ്തിട്ട് പറഞ്ഞത്, കൊച്ചിനെ വളർത്താനുള്ള കോൺഫിഡൻസ് ഇല്ല, അല്ലാതെ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ കുറച്ച് നേരം നമ്മളെങ്ങനെ ഒന്ന് എല്ലാം ബൂസ്റ്റപ്പ് ചെയ്യുന്ന രീതിയിലൊന്ന് സംസാരിച്ചു ഓക്കെ ആക്കി അങ്ങനെ പോയി. പിങ്ക് പോലീസ് വീട്ടിൽ വന്ന് ഉപദേശിച്ചു മടങ്ങി 1 മാസം പിന്നിട്ടു. 2021 മാർച്ച് 9 കൊല്ലം കുണ്ടറ പോലീസ് സ്റ്റേഷൻ. ക്രൈം നമ്പർ 372/2021, വകുപ്പ് 302. കുഞ്ഞിന്റെ കരച്ചിൽ അസഹനീയമായ ഏതോ നിമിഷത്തിൽ 3.5 മാസം പ്രായമുള്ള മിന്നൽ എന്നർത്ഥമുള്ള അനുഭ കൊല്ലപ്പെട്ടു. ഇങ്ങനെ ഓരോരോ ഇതുകൾ കാണിച്ച് തുടങ്ങിയത് ഈ 26 ദിവസങ്ങൾക്കൊക്കെ ശേഷമാണ് ഇങ്ങനെ നോർമാലിറ്റി കാണിച്ചു തുടങ്ങുന്നത്. വെയിൻ കട്ട് ചെയ്യുന്നത്, അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് ഡ്രസ്സ് ചെയ്ത ആ ഡോക്ടറാണ് പറയുന്നത് പോസ്റ്റ്മോർട്ടത്തിൻ്റെ സിംറ്റംസ് ആണ്. ഡോക്ടറുടെ പേര് ഓർമ്മയുണ്ടോ? ഒരു സിസ്റ്ററായിരുന്നു, കന്യാസ്ത്രീ ആയിരുന്നു,
പുത്തൂര് ബദനി ഹോസ്പിറ്റലിൽ. അവരാണ് അത് ഐഡന്റിഫൈ ചെയ്തത്. സിന്ധു എന്നോ അങ്ങനെ എന്തോ ആണ്. 9-ാം തീയതി പകൽ 5 മണിക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്ത ദിവ്യയെ പിറ്റേ ദിവസം രാത്രി അറസ്റ്റ് രേഖപ്പെടുത്തി 11 മണിയോടെ വനിതാ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കി. ബോധത്തിലും അബോധത്തിലുമായി മനസ്സ് മാറി മറിയുന്ന നേരം. കുഞ്ഞിനെ അവസാനമായി ഒന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന് മജിസ്ട്രേറ്റിനോട് അപേക്ഷിച്ചു. മജിസ്ട്രേറ്റിനോട് ലാസ്റ്റായിട്ട് കുഞ്ഞിൻ്റെ അടക്കത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിനെ ഒന്ന് കാണണം. ജസ്റ്റ് അടക്കത്തിന് പോകണമെന്നൊന്നുമില്ല, അവസാനമായിട്ടൊന്ന് കാണണം എന്ന് ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചത് ഇന്നെത്ര തീയതി എന്നറിയാവോ എന്ന്. ഞാൻ പറഞ്ഞു ഇന്നെത്ര തീയതി എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, 2-3 ദിവസം കഴിഞ്ഞാൽ വെഡ്ഡിങ് ആനിവേഴ്സറി അന്ന് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എല്ലാം ഓർമ്മയുണ്ട് അല്ലേ, അപ്പം മനഃപൂർവ്വം ചെയ്തതാണ് എന്നുള്ള ഒരു രീതിക്ക് പിന്നെ കുഞ്ഞിൻ്റെ ഇതിൽ പങ്കെടുക്കാനും സമ്മതിച്ചില്ല. വനിതാ SIയോട് അവസാനമായി കുഞ്ഞിനെ ഒന്ന് കണ്ടോട്ടെ എന്ന് കേണപേക്ഷിച്ചു അത്രേ. അതേസമയം ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ആണ് വനിതാ SIയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റായിട്ട് ഇവർ മാം എൻ്റെ കുഞ്ഞിന് എന്തോ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവർ ചോദിച്ചു എന്തിനാ ദിവ്യ ഇങ്ങനെ ചെയ്തേ. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ കുഞ്ഞിനെ ഒഴിവാക്കണം എന്ന് കരുതി ചെയ്തതായിരിക്കും ഞാൻ പറഞ്ഞു. അപ്പം എന്നാൽ കൊച്ച് മരിച്ചുപോയി എന്നുള്ളത് അങ്ങനെയാണ് പറഞ്ഞത്. ചെയ്ത ആൾ പിന്നെന്തിനാ കുഞ്ഞിനെ കാണുന്നേ എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. അന്ന് 1 ദിവസം മാത്രം അട്ടക്കുളങ്ങര ജയിലിൽ കഴിഞ്ഞ ദിവ്യയുടെ ജയിൽവാസം പിന്നീട് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു. ഞാൻ ആകെ കൂടി കിടന്നെന്ന് പറയുന്നത് 1/2 ദിവസമാണ്. എന്നെ ജയിലിൽ ഇട്ടിരുന്നത് 1/2 ദിവസമാണ്. അത് കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് തന്നെ ഉളമ്പാറ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. അന്ന് തൊട്ടൊരു 42 ദിവസം ഇതിനകത്ത് തന്നെ ആയിരുന്നു. അപ്പോഴും അതും ജയിലിൽ കിടക്കുന്നതിന് തുല്യമായിട്ട് തന്നെയാണ്. അതിനുശേഷം 24 ബെഡുള്ള ഒരു റൂമിൽ ഒരു സെല്ലിനകത്ത് നമ്മളെ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ മാത്രം പുറത്തിറക്കും, അല്ലാണ്ട് ഫുൾ ടൈം പൂട്ടിയിട്ടേക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കാം ഉന്നത വിദ്യാഭ്യാസവും പരിചയസമ്പത്തും സ്ത്രീകളും കൂടിയായ മജിസ്ട്രേറ്റും SIയും ദിവ്യയിലെ അമ്മയുടെ അവസാന ആഗ്രഹം പോലും നിഷേധിച്ചത്? ഇല്ല, കേട്ടിട്ടില്ല. അറിയാമോ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്? അറിയില്ല. എന്താണ് പ്രീപാർട്ടം സൈക്കോസിസ് കേട്ടിട്ടുണ്ടോ? പ്രിയും അറിയത്തില്ല, പോസ്റ്റും അറിയത്തില്ല. അതൊരു സൈക്കോസിസ് ആണെന്ന് മാത്രം മനസ്സിലായി. അതൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരൂ. ചില മേ ബി ആ ഡിപ്രഷൻ സ്റ്റേജിലൂടെയൊക്കെ നമ്മൾ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ അതിനൊരു ഡെഫിനിഷൻ തീർച്ചയായിട്ടും എല്ലാ ലേഡീസും പാസ് ചെയ്ത് പോകുന്നതാണല്ലോ. പെരുന്നാട്ടിൽ മാനസിക പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സ ആരംഭിച്ച ദിവ്യയ്ക്ക് ഏതു ഘട്ടത്തിലാണ് മനസ്സ് തകർന്നതെന്ന ഞെട്ടിക്കുന്ന വസ്തുത കൂടി അറിയുക. എനിക്ക് ഹെൽപ്പിന് നിൽക്കുന്ന ഒരു കൂട്ടർ പറഞ്ഞു, ഞാനിത് കഴിച്ചാലും ഞാൻ കൃത്യമായിട്ട് ഉറങ്ങുന്നില്ലല്ലോ, അപ്പോൾ പിന്നെയും പകൽ ഇങ്ങനെ ക്ഷീണിച്ച് കിടക്കത്തത് മാത്രമേ ഉള്ളൂ. ഡോക്ടർമാരങ്ങനെ പലതും പറയും, നീ ഇത് കഴിച്ചാലും നീ പിന്നെയും ഉറങ്ങാണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ആരുടെയും ഉപദേശം കേട്ട് നിർത്താനിടയാക്കരുത് എന്നുള്ള അങ്ങനെയൊക്കെയുള്ള അങ്ങനെ 3-4 ദിവസത്തെ വ്യത്യാസം വന്ന് കഴിക്കുന്നതിൽ മുടക്കം പറ്റി. അങ്ങനെയാണ് ഇതിൽ വന്നത്. ഇനി ഒരു മനുഷ്യൻ്റെയും ഉപദേശം കേട്ട് മെഡിസിൻസ് നിർത്തിയോ എടുക്കുകയോ ചെയ്യരുത്. നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർ പറയുന്ന അത്രയും കാലയളവിൽ തന്നെ മെഡിസിൻ എടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാനെന്ന് പറയുന്നത്. ഞാനെന്ന് പറഞ്ഞാൽ ഒരു മന്ദബുദ്ധി കൊച്ചിൻ്റെ ലെവലായി പോയ ഒരാളാണ്. എനിക്കൊരു റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ എൻ്റെ അച്ഛൻ്റെ സഹായം ഇല്ലാണ്ട് എനിക്ക് പറ്റത്തില്ലായിരുന്നു. അത്രയും ഒരു ലെവലിൽ പോയ ആൾ ഇപ്പം നിങ്ങളുടെ മുന്നിൽ നിന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് കറക്റ്റായിട്ട് മെഡിസിൻ എടുക്കുന്നുണ്ട്. അതിനകത്ത് ഒരു വീഴ്ചയും ഞാൻ വരുത്തിയിട്ടില്ല. അത് ഒരു ബലം കൊണ്ട് മാത്രമാണ് ഇപ്പം ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. അതെ, ഈ നൂറ്റാണ്ടിലും സോഷ്യൽ സ്റ്റിഗ്മ അതിന്റെ പാരമ്യത്തിൽ നിലനിൽക്കുന്ന സംസ്ഥാനം കൂടിയാണ് കേരളമെന്ന് പറയാതെ വയ്യ. ആ സ്റ്റിഗ്മയുടെ ഇരയാണ് തന്റെ മകളെന്ന് അച്ഛൻ തീരാവേദനയോടെ ഇന്നും ഓർമ്മിക്കുന്നു. പിന്നെ ഈ മെഡിസിൻ ഞാനിവിടെ ഒരു സൈക്യാട്രിസ്റ്റിനെ കൊണ്ടുപോയി കാണിച്ചു, ഈ ഡോക്ടർ രാമനാഥനെ. അവിടെ കൊണ്ടുപോയപ്പോൾ ഇവിടെ നോക്കാൻ നിന്നവർ പറഞ്ഞു കൊടുത്തു, ഡോക്ടർമാർ പറയും, നീ മരുന്നൊന്നും എടുത്ത് കഴിക്കണം. കാരണം ഇവിടെ 3 ദിവസം ഈ മരുന്ന് കഴിച്ചില്ല. മരുന്ന് കഴിക്കാതിരുന്നപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായത്. പക്ഷേ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കത്തില്ല. കാരണം
ഈ കൊച്ചിന് പാൽ കൊടുത്തിട്ട് അതിനെ വാങ്ങിയാൽ മതി. ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഈ കുഞ്ഞിന് ഇവർക്ക് ഈ ടി വിയുടെ വോളിയം അല്ലെങ്കിൽ പിള്ളേരുടെ കരച്ചിൽ ഞാനൊന്നും കേട്ടുകൂടാ. അപ്പം പാൽ കൊടുത്തിട്ട് കുഞ്ഞിനെ വാങ്ങണം. സമൂഹത്തിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള ചിലർക്ക് തന്നെ ഞാൻ അവർ നോക്കി ചിരിച്ചാലും ചിലർ ചിരിക്കാറില്ല. കാരണം നിനക്കത് പറഞ്ഞോടാ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക്. അപ്പം ചിലരൊക്കെ ചിരിക്കും, ചിലർ പറയും മോനെ എങ്ങനെയുണ്ട് പോട്ട്, അതൊക്കെ പോട്ട് എന്ന് പറയും. പിന്നെ നമ്മൾ സഹിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾ പറയുന്നത് ഞാനെന്തോ ഭയങ്കരമായ പാപം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് കുരിശെനിക്ക് വന്നതെന്നാണ്, പുറമേയല്ല. ഒരു കേസ് ഇങ്ങനെ ഡിലേ ആയി പോകുന്നതിനനുസരിച്ച് നമ്മൾ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, ഒരു വ്യഥ ഉണ്ടല്ലോ, അത് തന്നെ ഏറ്റവും വലിയ ശിക്ഷ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ ഒരു ക്രൈം ചെയ്തിട്ട് പിന്നീട് ഒരിക്കൽ നമ്മളെ പിടിച്ച് അകത്തിട്ട് കിട്ടുന്ന ശിക്ഷേനെക്കാട്ടിലും നമ്മളിപ്പോൾ ഈ മനസ്സുകൊണ്ട് ഇങ്ങനെ അനുഭവിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരിതും ആ ഒരു കേസിൻ്റെ ഡേറ്റ് വിളിക്കുമ്പോൾ ഉള്ള മാനസിക പിരിമുറുക്കവും കാര്യങ്ങളും എന്താകും ഏതാകും എന്നറിയാതെ ഇങ്ങനെ കയ്യാലപ്പുറത്തിരിക്കുന്നൊരു തേങ്ങയുടെ അവസ്ഥയിൽ. പിങ്ക് പോലീസിനൊപ്പം കേരള പോലീസും ലജ്ജിച്ചു തല താഴ്ത്തണം. കാരണം പെരിനാറ്റൽ സൈക്കോസിസ് എന്താണെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കാം. പക്ഷേ ഒരമ്മ കുഞ്ഞിനെ നഷ്ടപ്പെടാതിരിക്കാൻ കാലു പിടിച്ച് അപേക്ഷിച്ചപ്പോൾ കേൾക്കാമായിരുന്നു. അതുപോലെ നീതിന്യായ വ്യവസ്ഥിതി കുഞ്ഞിനെ കൊന്നതല്ലേ ഇനി അവസാനമായി കാണേണ്ട എന്ന് മുൻവിധി പറഞ്ഞത് തികഞ്ഞ അന്യായമായി പോയി. അതേ അമ്മ അതേ അധികാരികൾക്ക് മുമ്പിൽ അകത്ത് പോവാതിരിക്കാൻ വീണ്ടും വീണ്ടും കേണപേക്ഷിക്കുന്ന വല്ലാത്ത വ്യവസ്ഥിതി. ക്യാമറമാൻമാരായ രതീഷ് കട്ടേലയ്ക്കും കൃഷ്ണപ്രസാദിനുമൊപ്പം ഫൗസിയ മുസ്തഫ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.